നാടൻ പട്ടിയ പ്രശ്നമില്ല. അയ്യോ, നാടനല്ല, കടനാണ്. വണ്ടിക്കൊരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഹൈ റേഞ്ച് കയറി വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യിക്കുക. ഒരു ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇതുവരെയായിട്ട് ലോങ് ഒന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്നൊരു ദൂരെ യാത്ര പോകാൻ തീരുമാനിച്ചു ഫാമിലി ആയിട്ട്. അപ്പം വണ്ടി ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സ്റ്റാർട്ടിങ് 185 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കണം. ബാക്കിയുള്ള യാത്ര വഴി നമുക്ക് കാണിക്കാം. സൈഡാണ്. ലോങ് യാത്രയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എയർന്ന് ചെക്ക് ചെയ്തേക്കുക. അതാണ് മൈലേജിനൊക്കെ ഏറ്റവും നല്ലത്. ബാക്ക് 36, ഫ്രണ്ട് വന്നിട്ട് 24. അപ്പോൾ നമ്മൾ പോകുന്നത് പൊന്മുടി. അത് തന്നെ. ഇങ്ങനെ നോക്കല്ലേ. ഉച്ചിരിപ്പൂലം കേക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ ഡിസ്കോ കളിക്കുന്നു. എന്തുകൂടെ ഇത്? ഡേയ് തരാം. പോയല്ലോ, പോയി വീഡിയോ വളർന്ന പട്ടി തന്നെ. നാടൻ പട്ടിയ പ്രശ്നമില്ല. അയ്യോ, നാടനല്ല, കടനാണ്. ശരിക്കുന്നായി നീ. 16 കിലോമീറ്ററും കൂടെ. വണ്ടി 246 കിലോമീറ്റർ. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ്, 2 വീലറിന് 20 രൂപ. അപ്പോൾ 2 പേരെ കൊച്ചിനില്ല. അപ്പോൾ 2 പേർക്ക് 80ഉം 20ഉം കൂടെ 100 രൂപ. പിന്നെ ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂമൊക്കെ ഫ്രീ ആണ്. പിന്നെ ഫാമിലി ആയതുകൊണ്ടാണെന്നാണ് അവർ വേറെ ചെക്കിംഗ് ഒന്നും ചെയ്തില്ല. ബാക്കിയുള്ള വണ്ടിയൊക്കെ ബാക്ക് തുറന്ന് നോക്കുകയും നമ്മളെ ബാഗൊക്കെ പരിശോധിക്കുകയും ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്തൊന്നുമില്ല. അവർ അപ്പോഴേ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് ഏകദേശം എനിക്ക് 24 ഹെയർ പിൻ ഉണ്ടെന്ന് തോന്നുന്നു. 24 എണ്ണം കയറിയാണ് മുകളിൽ എത്തേണ്ടത്. പിന്നെ അത്യാവശ്യം ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ട് ഈ ഹൈ റേഞ്ച് കയറി വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യിക്കുക. ഒരു 10-15 മിനിറ്റെങ്കിലും വണ്ടി ഒന്ന് സൈഡിലേക്ക് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒന്നാമത് പുതിയ വണ്ടിയാണ്, പുതിയ എൻജിനും. അപ്പം ഭയങ്കര ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ അതൊരു ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഓവറായിട്ട് ഹീറ്റാകും. കാരണം അത്രയ്ക്കും കൈ കൊടുത്ത് 2 പേരും കൂടെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ആളും കൂടെ ഉള്ളതുകൊണ്ട് അത്രയും വെയിറ്റ് താങ്ങിയല്ലേ വണ്ടി പോകുന്നത്. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് പോകുന്നത് നമുക്കും നല്ലതാണ്. നടുവേദന ബുദ്ധിമുട്ട് അല്ലെങ്കിലും വണ്ടിക്ക് നടുവേദനയൊന്നും ഇല്ല കേട്ടോ. യാത്ര ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നും വന്നതൊന്നുമില്ല. 2 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഓടിക്കുന്ന ആൾ ഫ്രണ്ടോട്ടിരിക്കുമ്പോൾ ഒരു നടുവേദനയുടെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിനങ്ങനെയൊന്നും വന്നില്ല. ഓക്കെ ആയിരുന്നു, നല്ലതുപോലെയൊക്കെ ഇരുന്ന് പോകാൻ പറ്റി. പിന്നെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഹെയർ പിന്ന് കയറി ഒരു 10-12 ഒക്കെ കഴിഞ്ഞപ്പോൾ വണ്ടിക്കൊരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്വാഭാവികമായിട്ട് എല്ലാ വണ്ടിക്കും സംഭവിക്കുന്നതാണ്. അതായത് നല്ല ഹീറ്റായപ്പോൾ ഇത്രയും വെയിറ്റും കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും ഒരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം വണ്ടിക്ക് ഉണ്ടായിരുന്നു. അത് വലിയൊരു സൗണ്ട് അല്ല, എന്നാലും വണ്ടിയൊക്കെ നമ്മൾ നിർത്തുമ്പോഴൊക്കെ ആ ഒരു ചെറിയൊരു എന്താ പറയുക, അത് ഞാൻ റെക്കോർഡ് ചെയ്യില്ല, കേൾപ്പിച്ചു തരായിരുന്നു. അത് ഇവിടെ വന്നിട്ടാണെങ്കിൽ ആടിനെ കാണാൻ പറ്റില്ല, പക്ഷേ ആടിനെ പോലെ സഞ്ചരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റി. അതായത് താഴേന്ന് മുകളിൽ വരെ എവറസ്റ്റ് കീഴടക്കുന്ന കണക്കാ കയറി പോകുന്നു. പിന്നെ ബ്രേക്കിങ് അത്യാവശ്യം നല്ലതായിരുന്നു. അതായത് നമുക്ക് സഡനായിട്ടൊക്കെ പിടിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേരുണ്ട് എന്നും പറഞ്ഞ് അതിനൊരു പോരായ്മയായിട്ടൊന്നുമില്ല. ആ പിടിക്കുന്നിടത്ത് തന്നെ വണ്ടി നിന്നായിരുന്നു. പിന്നെ ഫ്രണ്ട് ബ്രേക്കാണ് കേട്ടോ മെയിൻ. ബാക്ക് ബ്രേക്ക് ഒരു 100% ഒരു 80% ഫ്രണ്ട് ബ്രേക്കാണ്. ഒരു 20% മാത്രമേ ഉള്ളൂ ബാക്ക് ബ്രേക്ക്. നമ്മൾ ചുമ്മാതെ ഒന്ന് ബാക്ക് ബ്രേക്ക് പിടിച്ചു നോക്കിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചെറിയൊരു പിടുത്തം മാത്രമേ ഉള്ളൂ. സോറി ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, തിരിച്ചു പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും പറ്റത്തില്ല. മോൾക്ക് പനി വന്നു, നല്ല ചൂടുണ്ട്. ഇനിയിപ്പം മെഡിസിൻ എന്തെങ്കിലും മേടിച്ച് കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് അങ്ങ് ഇറങ്ങുക. ഇവിടെ ഒന്നും മെഡിക്കൽ സ്റ്റോറോ ഹോസ്പിറ്റലോ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായിരുന്നാലും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. കിലോമീറ്റർ ലാസ്റ്റ് 333 ആണ് ലാസ്റ്റ് കിലോമീറ്റർ. ആവറേജ് എക്കണോമി ഇപ്പോഴും 49 തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ബൈ.